ഒന്നാം സങ്കീർത്തനങ്ങളൊക്കെ ഒരുമിച്ച് വായിക്കാം. ഒരുമിച്ച് വായിക്കാം. ദുഷ്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആചരിക്കത്തിൽ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇടമാറാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്ഥാനത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ്. കാലം ആരാധന വഹിച്ച് സമയങ്ങൾ വഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ശബ്ദമുയർത്തി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൂടെ സ്വാഗതം ചെയ്യുന്നു. 3 വർഷമായി സൂക്ഷിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് ഒന്നാം സങ്കീർത്തനം വായിക്കുന്നത്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ ഈ ബാലരമ എന്ന് പറഞ്ഞൊരു കൊച്ച് കഥാപുസ്തകം വായിക്കാറുണ്ടായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു. ആ ബാലരമയിലെ കഥകളൊക്കെ ഇങ്ങനെ അവസാനിക്കുന്നത്, അവർ വലിയ ക്രൈസിസിലൂടെ പോയി, പിന്നെ അവർ ഒന്നിച്ചായി ഡെയിലിയുടെ ഹാപ്പിലി അവർ ആഫ്റ്റർ ജീവിതത്തിന്റെ തുടർന്നുള്ള സമയങ്ങളൊക്കെ അവർ സന്തുഷ്ടരായിട്ട് ജീവിച്ചു. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ലൈഫ് അത്ര ഹാപ്പിലി അവർ ആഫ്റ്റർ ഒന്നുമല്ല. എല്ലാ ക്രൈസിസും നമുക്കുണ്ട്, എല്ലാ ചലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറ്. ഈ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സന്തുഷ്ടനായ ഒരു മനുഷ്യന്റെ അനുഭവത്തെയാണ് സങ്കീർത്തനക്കാരൻ ചിത്രീകരിക്കുന്നത്. ഇംഗ്ലീഷിൽ ബ്ലസ്സഡ് എന്ന വാക്കും മലയാളത്തിൽ ഭാഗ്യവാൻ എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു. ബ്ലസ്സഡ് എന്ന വാക്കിന്റെ ഒറിജിനൽ ലാംഗ്വേജ് നോക്കിയാൽ സന്തോഷത്തിന്റെ ഒരു പരമകാഷ്ഠ, അതാണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ. വളരെ ആനന്ദത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, സന്തോഷത്തിന്റെ ആ മൂർധന്യത്തിലെത്തിയ ആ ക്ലൈമാക്സിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് മലയാളത്തിൽ ഭാഗ്യമെന്നും ഇംഗ്ലീഷിൽ ബ്ലസ്സഡ് എന്നും അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. സന്തോഷത്തിന്റെ ആ പരമകാഷ്ഠയിൽ നിൽക്കുന്ന, ആ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു ഭക്തന്റെ ജീവിതം എങ്ങനെ നമുക്ക് അങ്ങനെ എത്താൻ കഴിയും? നമ്മൾ ആരും അങ്ങനെ സന്തോഷമല്ലല്ലേ. നമ്മൾ അവരുടെ ചോദിച്ചു നോക്കിയേ, എന്തുകൊണ്ട് വിശേഷം? രാവിലെ പാസ്റ്റർ പറഞ്ഞാല് മൂഡ് ഓഫാ. ഒരു പ്രശ്നം, ചെറിയ നിസ്സാര വിഷയം നമ്മളങ്ങ് മൂഡ് ഓഫാ. നോക്കിയേ, ഈ സങ്കല്പത്തിൽ നോക്കിയാല് ഭക്തൻ പറഞ്ഞു ഭാഗ്യവാൻ, സന്തോഷത്തിന്റെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ചിത്രീകരിച്ചിരിക്കും. അവരുടെ പ്രത്യേകത എന്താ? അവൻ ചിലതൊക്കെ തിരസ്കരിക്കുന്നവനാ. എന്തൊക്കെയാണ് തിരസ്കരിക്കുന്നത്? ദുഷ്ടന്റെ ആലോചന,
ദുഷ്ടന്റെ ആലോചന എന്ന് പറഞ്ഞാല് ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്തവന്റെ അഭിപ്രായം, അത് അവർ തിരസ്കരിക്കും. ഇനി രണ്ടാമത് തിരസ്കരിക്കുന്നത് എന്തുവാ? ഭാവികളുടെ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിലൂടെ തന്നിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിനെ തള്ളിക്കളഞ്ഞാണ് ഭാവി. അവന്റെ വഴിയെ അവൻ തിരസ്കരിക്കും. ഇനി ഉദ്ദേശിക്കുന്നത് എന്തുവാ? പരിഹാസികളുടെ ഇരിപ്പിടം അല്ലെങ്കിൽ ദൈവത്തെയും ദൈവവാദത്തെയും തള്ളിക്കളഞ്ഞ് നിന്ദിക്കുന്നവരുടെ ഇരിപ്പിടം. അതായത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരുടെ ആലോചനയും ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രമാണങ്ങളെ ആ സ്റ്റാൻഡേർഡിനെ തള്ളിക്കളയുന്നവരുടെ ആ പാതയും ദൈവത്തെ നിന്ദിക്കുന്നവരുടെ ഇരിപ്പിടവും തിരസ്കരിക്കുന്ന ഒരു ഭക്തൻ. അങ്ങനെ ചിന്തിച്ച് ഡൗൺവേർഡ് പ്രോഗ്രഷനാണ് കാണുന്നല്ലേ. ഒരു പാത, ഒരു നടപ്പ്, നടന്നു കഴിഞ്ഞപ്പോൾ നിന്ന് കഴിഞ്ഞിരുന്നു, താണ അപ്പാവത്തിന്റെ ആ മൂർധന്യത്തിലേക്ക് പോകും. അല്ലെങ്കിൽ മറുവശം പറഞ്ഞാല് ഒരാലോചന, ഒരു കൗൺസിലർ അത് ദുഷ്ടന്റെ ആ ആലോചന ഏറ്റെടുക്കുന്നു, മനസ്സിൽ ചെയ്യുന്നു, അടുത്ത് അവന്റെ പാതയിലേക്ക് പോകുന്നു, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചു, അത് കഴിഞ്ഞാൽ പോയി ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. ഡൗൺവേർഡ് പ്രോഗ്രഷൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചലഞ്ചുണ്ട്. ഈ ആലോചന കേൾക്കുവാനും ഇരിക്കുവാനും ആ ദൈവത്തെ തിരസ്കരിക്കുവാനും ഒക്കെയുള്ള ചാലഞ്ചുണ്ട്. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ആ മനസ്സിനെയും ഒക്കെ നാമാണ് നിയന്ത്രിക്കണം. നമുക്ക് നിയന്ത്രിക്കുവാനും നമുക്ക് കൺട്രോൾ ചെയ്യുവാനുള്ള എല്ലാ പ്രിവിലേജും എല്ലാ അതോറിറ്റിയും ഉണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മളും ഈ സന്തോഷത്തിന്റെ ആ മൂർധന്യത്തിലേക്ക് വരും. അവൻ റിജക്ട് ചെയ്യുക മാത്രമല്ല, അവൻ ചിലത് റിസീവ് കൂടെ ചെയ്യണം. എന്താ റിസീവ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ പ്രമാണത്തെ റിസീവ് ചെയ്യണം. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ആ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് വരണമെങ്കിൽ ചിലതൊക്കെ തിരസ്കരിക്കുകയും ചിലതൊക്കെ പ്രാപിക്കുകയും ചെയ്യണം. ഡിലൈറ്റ് ആ ദൈവ വചനത്തിൽ അങ്ങ് സന്തോഷിക്കണം. ഇങ്ങനെ പറയാം, വിവാഹിതരായ ന്യൂലി മാരീഡ് കപ്പിൾ അവരെ നോക്കിയാൽ അറിയാം ആ കുടുംബജീവിതത്തിന്റെ ആ സന്തോഷത്തിന്റെ ആ തിരതവൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവവചനത്തെ ഒരു ലവ് ലെറ്റർ ആയിട്ട് കാണാൻ കഴിയുമോ? ദൈവം നമ്മുടെ അരുമനാഥൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ പ്രമാണമായിട്ട് കാണാൻ കഴിയുമോ? അതിനെ നിരന്തരം വായിക്കാൻ കഴിയുമോ? ഒരു പശു പുല്ല് തിന്നാൻ അയവിറക്കുന്നത് പോലെ ഇതിനെ നിരന്തരം ധ്യാനിക്കുവാൻ അയവിറക്കുവാൻ കഴിയുമോ? സന്തോഷത്തിന്റെ പാതയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന്, ചിലതിനെ തള്ളിക്കളയണം. രണ്ട്, ചിലതിനെ സ്വീകരിക്കണം. അങ്ങനെ ചെയ്യുവാനാണെങ്കിൽ ആ സന്തോഷത്തിന്റെ പാതയിലേക്ക് വരും. പക്ഷെ അതിനിങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് അറ്റരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷം പോലെ. പ്രോസ്പെരിറ്റി ആണെന്ന് പറയുന്നത് എന്തോ പ്രോസ്പെരിറ്റി, ഫിനാൻഷ്യൽ അല്ല, സോൾ പ്രോസ്പെരിറ്റി. അന്തരംഗത്തിൽ അല്ലെങ്കിൽ ആത്മ മനുഷ്യന് സന്തുഷ്ടിയിൽ ജീവിക്കും, മൂഡ് ഓഫ് ആയിട്ട് പോകുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. ജീവിതം എത്ര കഠിനമാണെങ്കിലും സന്തോഷത്തോടെ തന്നെ ഫേസ് ചെയ്യും. സന്തുഷ്ടനായ ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ ചിലതൊക്കെ തിരസ്കരിക്കും, ചിലതൊക്കെ സ്വീകരിക്കും. അതോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട്. ഈ ലോകത്തിലെ എല്ലാ സമൃദ്ധിയും അനുഭവിക്കുന്നവർക്കാർക്കും പലർക്കും ലഭിക്കാത്ത മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സന്തുഷ്ടിയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് അവന്റെ കണ്ണുകൾ നിത്യതയിലേക്കായിരിക്കും. ഇവിടെ പറയുന്നത് ദുഷ്ടന്മാർ അവർ തഴച്ചു വരുന്നു, അല്ലെങ്കിൽ അവർ വളരെ നല്ലതായിട്ട് പോകുന്നു, ഒന്നും തോന്നണ്ട.
അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെറും ഒരു പതിർ പോലെയാണെന്നാണ്. പതിറിന്റെ പ്രത്യേകത അപ്പിയറൻസിലൊക്കെ രസമായിട്ട് തോന്നിയാൽ ഒരു കാറ്റടിച്ച് അവരെ തെറിച്ചു പോവും. വാസ്തവത്തിൽ ഒരു നിത്യതയെ കുറിച്ചാണ് അവിടെ പിന്നെയും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ന്യായാധിപ സഭയൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്ന എത്രയേ ഉള്ളൂ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ പ്രമാണത്തിൽ നിന്നാൽ, അവൻ ചിലതൊക്കെ തിരസ്കരിച്ച് ജീവിച്ചാൽ, ഒരു സാക്രിഫിഷ്യൽ ലൈഫ് നയിച്ചാൽ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ തഴച്ചു വളരുന്ന ഒരു വൃക്ഷം പോലെ താനായിരിക്കും. ഒരു കാറ്റത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി ആ സിംഹാസനത്തിന്റെ മുമ്പിൽ ദുഷ്ടന്മാർ പതറിപ്പോകുന്ന ആ ചിത്രം വരുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുമ്പാകെ സന്തോഷത്തോടെ അവൻ നിൽക്കുന്നവനായിത്തീരും. ഓർക്കണമേ, ദൈവമെന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ചിലതൊക്കെ തിരസ്കരിക്കുവാനും ചിലതൊക്കെ സ്വീകരിക്കുവാനും നമ്മുടെ കണ്ണുകൾ ആ നിത്യതയിലേക്ക് മാത്രം നോക്കിപ്പോകുവാനും അത്രേ. കഴിഞ്ഞ ദിവസം ഞാൻ വിസിറ്റിലൊരു ഫ്യൂണറൽ സർവീസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഫസ്റ്റ് ബേബി എന്ന് പറയുന്ന ദേവദാസിന്റെ വൈഫ് സീരിയസ് ആയിട്ട് കിടക്കുന്നതിന് പറഞ്ഞിരുന്നു. ലോകത്ത് മാറ്റപ്പെട്ടു. 4 പിള്ളേരുണ്ട്. ആ ഫ്യൂണറൽ സർവീസിൽ ഞാൻ പോയപ്പോൾ അവരെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരികയും ഞങ്ങളുടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ജോലിയുടെ പേരൻസുമായിട്ട് വളരെ ക്ലോസ് ആണ് അവര്. ഞാൻ പല ആ ആത്മീക തീഷ്ണത അവർ വീട്ടിൽ വരുമ്പോഴുള്ള അതേ സന്തോഷത്തിലാണ്, അതേ ആ ധൈര്യത്തിലാണ് ആ ദൈവദാസനായി എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്ന് ചില വാക്കുകൾ പറഞ്ഞു. ആ മക്കളാണെങ്കിൽ എന്തോ നിരാശപ്പെട്ടു പോകുന്നില്ല. കാര്യം അവർക്കൊരു കാര്യം അറിയാം, അവരുടെ ഫോക്കസ് ഒരു ചലഞ്ചിയുണ്ട്. ഈ പ്രശ്നമൊന്നും അവരെ കുലുക്കുന്നില്ല. അവർക്ക് പ്രതീക്ഷിക്കാനുള്ള അപ്രതീക്ഷിതമായ മാതവും മരിച്ച് അവർക്ക് അത്ര അവരെ കുലുക്കുന്നില്ല. കാര്യം അതിനപ്പുറത്ത് അവർ ചിലത് കാണുന്നുണ്ട്. അതിനപ്പുറത്ത് അവർ ചിലത് കാണുന്ന അവസാനമല്ല എന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. നമ്മുടെ കഷ്ടതകളുടെ വേളയിലും നമ്മുടെ ദുഃഖത്തിന്റെ വേളയിലും നമ്മുടെ പ്രയാസത്തിന്റെ വേളയിലും പരാജയത്തിന്റെ വേളയിലും നിരാശയുടെ വേളയിലും എല്ലാത്തിന്റെ മധ്യത്തിലും നമ്മുടെ ഹൃദയത്തിനകത്തൊരു സന്തുഷ്ടി, ഒരു സന്തോഷം വേണം. ആ ദൈവം തരുന്ന ആ സന്തോഷം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ചിലതിനെ നാം തിരസ്കരിക്കണം, ചിലതിനെ നാം സ്വീകരിക്കണം. നമ്മുടെ കണ്ണ് നിത്യത്തിലേക്ക് ദൃഷ്ടി വെച്ച് ഓടിക്കൊണ്ട് ഓരോ ദിവസം നമ്മുടെ ജീവിതം നന്നായിരിക്കണം. വേദനകളാൽ നമ്മളെ ആസ്വദിക്കട്ടെ. ഏതൊരു വിഷയം ഞാൻ ആ സാക്ഷിക്ക് വേണ്ടി വർദ്ധിക്കുന്നു.